ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യം നൽകണോ വേണ്ടേ എന്നതിൽ വളരെ സജീവമായ വാദപ്രതിവാദങ്ങൾ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം ആകാൻ പോകുന്നുണ്ട് അടച്ചിട്ട മുറിയിലെ വാദപ്രതിവാദങ്ങൾ. അത്രത്തോളം ഇന്റൻസായ വാദപ്രതിവാദങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പ്രോസിക്യൂഷനും പ്രതിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവുകൾ ഹാജരാക്കിയുള്ള വാദപ്രതിവാദം പുരോഗമിക്കുകയാണ്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹാബിച്വൽ ക്രിമിനലാണ്, സ്ഥിരം കുറ്റവാളിയാണ്, പുറത്തേക്ക് വിട്ടാൽ തെളിവ് നശിപ്പിക്കുമെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. അതേസമയം കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന് നടന്നതൊരു ഉഭയസമ്മത ലൈംഗിക ബന്ധമാണ്. ഗർഭഛിദ്രത്തിന് ഈ പറയുന്ന ഗുളിക ഈ അതിജീവിതം ആവശ്യപ്പെടുന്ന സ്ക്രീൻഷോട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലും വാദിക്കുന്നു കോടതിയിൽ. മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, എന്തുകൊണ്ടാണ് നിർണായകമായ തീരുമാനം വൈകുന്നത്? മനീഷ്. നിലവിൽ രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം പൂർത്തിയായി പ്രോസിക്യൂഷന്റെ വാദം അല്പസമയം 15 മിനിറ്റായി തുടരുകയാണ്. നിലവിൽ ഇനിയും രാഹുലിന്റെ അഭിഭാഷകന് അവസരമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വാദം കോടതിയെ അറിയിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ നിലവിൽ അറിയിക്കുന്നത് ഈ കേസിൽ ഇതുവരെയും രാഹുൽ ഈ കേസുമായി സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. രാഹുൽ പൊതുസമൂഹത്തിൽ നിന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യത്തിൽ ഡിജിറ്റൽ രേഖകൾ കോടതി പരിശോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ വരികയാണ്. അതിനുശേഷമാവണം ആ നിർണായകമായ തീരുമാനം. ഷഫീദ് റാവത്ത് ചെയ്യുന്നു. ഷഫീദ്, ഡീറ്റെയിൽ രേഖകൾ എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചതുമുണ്ട്, പ്രതിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചതുമുണ്ട്. ഇരുപക്ഷത്തിന്റെയും രേഖകൾ കോടതി വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കാണോ ഷഫീദ്? ഏതാണ്ട് വാദം പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ബ്രേക്ക് ചെയ്ത ശേഷമാണ് ഇപ്പോൾ കോടതി ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കുന്നത്. നിർണായകമായ നീക്കമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇരു വിഭാഗത്തിനും ഹാജരാക്കാൻ ഡിജിറ്റൽ രേഖകൾ ഉണ്ടായിരുന്നു. ആ ഡിജിറ്റൽ രേഖകളാണ് ഇപ്പോൾ കോടതി പരിശോധിക്കുന്നത്. ഇതിൽ തന്നെ നമുക്കറിയാം പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള ഈ നിർബന്ധിത അശാസ്ത്രീയ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. അതിലേക്ക് നയിച്ച കാരണങ്ങൾ വ്യക്തമാക്കുന്ന വാട്സ്ആപ്പ് ചാറ്റ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ രേഖകളുണ്ട്. അതേപോലെ തന്നെ പോലീസ് കളക്ട് ചെയ്ത ചില ഫോൺ രേഖകളുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിശോധിക്കുകയാണ്. അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സീൽഡ് കവറിൽ കൈമാറിയിട്ടുള്ള രേഖകളും കോടതി ഇപ്പോൾ പരിശോധിക്കുന്നു. ഇത് പരിശോധിച്ച് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കോടതി മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇരുഭാഗത്ത് നിന്നും നടന്നു. അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇരുഭാഗത്തിന്റെയും ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കുകയാണ്. ഹാഷ്മി. ഷഫീദ് റാവത്ത് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ ഡീറ്റെയിൽ രേഖകൾ പരിശോധിക്കാനാണ് ഇപ്പോൾ കോടതിയുടെ തീരുമാനം. അതിശക്തമായ വാദപ്രതിവാദങ്ങൾ അതിനു മുമ്പ് പ്രതിഭാഗവും വാദിഭാഗവും പ്രോസിക്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറിന് അടുക്കുമ്പോഴത്തേക്കാണ് ഡീറ്റെയിൽ രേഖകൾ പരിശോധിക്കാനുള്ള തീരുമാനം. അത് ഇരുപക്ഷവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനും പ്രോസിക്യൂഷനും ഇരുപക്ഷവും അവർക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള ഡീറ്റെയിൽ രേഖകൾ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് വളരെ വിശദമായി തന്നെ പരിശോധിക്കാൻ പോകുന്നു കോടതി. ഷഫീദ്, അത് നിർണായകമല്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 3/4 മണിക്കൂറിലധികമുള്ള വാദപ്രതിവാദം കേട്ടതിന് ശേഷം ഡീറ്റെയിൽ രേഖകൾ കൂടെ പരിശോധിക്കാമെന്ന് കോടതി തീരുമാനിക്കുന്നുവെങ്കിൽ ഈ കേസിന്റെ കേവലം മുൻകൂർ ജാമ്യം എന്നതിനപ്പുറം ആ കേസിന്റെ മെറിറ്റിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ കോടതി പോകുന്നു എന്നല്ലേ അർത്ഥം ഷഫീദ്? അതായത് മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നമ്മൾ ഇരുഭാഗത്തിന്റെയും കേട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും വാദിച്ചതായി പോലീസ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളുണ്ട്. പ്രതിക്കെതിരെ മെഡിക്കൽ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളുമുണ്ട്. ഗർഭചിത്രത്തിനും ബലാത്സംഗത്തിനും രാഹുലിനെതിരെ തെളിവുകളുണ്ട്. അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല. സംസ്ഥാനത്തിന് പുറത്തേക്ക് അദ്ദേഹം പോയി ഒളിവിൽ കഴിയുകയാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ ഈ പെൺകുട്ടി അനുഭവിച്ചിരിക്കുന്ന ട്രോമയടക്കമുള്ള കാര്യങ്ങൾ അത് പരിഗണിക്കണം. ഏതെങ്കിലും തരത്തിൽ രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് തെളിവ് നശിപ്പിക്കലിലേക്കും സാക്ഷികളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേസമയം രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ കോടതിയിൽ പറഞ്ഞത് നടന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്. രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. പരാതിക്കാരി ചാറ്റുകളും കോഡുകളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. അതേസമയം പ്രോസിക്യൂഷൻ അതിന് കൗണ്ടറായി പറഞ്ഞത് അതിജീവിത ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും ബലാത്സംഗം ചെയ്തു, ശേഷം നിർബന്ധിത ഗർഭചിത്രം നടത്തിയത് അശാസ്ത്രീയമായിട്ടാണ്. അതിജീവിതയെ രാഹുൽ ക്രൂരമായി ഉപദ്രവിച്ചു, അതിജീവിതയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് രാഹുൽ തള്ളിവിട്ടു എന്നൊക്കെയുള്ള വാദങ്ങൾ വീണ്ടും പ്രോസിക്യൂഷൻ ഉയർത്തി. ഇതടക്കമുള്ള വാദങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഡിജിറ്റൽ തെളിവുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ രേഖകൾ അത് സീൽഡ് കവറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈമാറിയതും പോലീസ് റിപ്പോർട്ടിനൊപ്പം പ്രോസിക്യൂഷൻ കൈമാറിയിട്ടുള്ള ഇരുവിഭാഗത്തിനെയും ഡിജിറ്റൽ തെളിവുകൾ ഇപ്പോൾ കോടതി പരിശോധിക്കുകയാണ്. ഇത് നിർണായകമായി മാറും. കാരണം ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള തെളിവുകൾ കോടതിയുടെ മുൻപിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും കോടതി അത് ആഴത്തിൽ പരിശോധനയിലേക്ക് കടക്കും. അതാണ് ഇപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നടക്കുക. ഇതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും കോടതി തീരുമാനമെടുക്കുക എന്നുള്ളതും ഏറ്റവും നിർണായകം. ഒരു പക്ഷേ ഇന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകണം എന്നില്ല. ഒരു പക്ഷേ തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. കൂടുതൽ വിശദമായിട്ടുള്ള വാദം ഇതുമായി ബന്ധപ്പെട്ട് കോടതി കേൾക്കുകയും ചെയ്യാം. ഹഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.